നമസ്കാരം. ഓരോ വർഷവും ആദ്യത്തെ നിയമസഭാ സമ്മേളനം ചേരുമ്പോഴും ഒരു പുതിയ നിയമസഭ ആദ്യം സമ്മേളിക്കുമ്പോഴും ആ നിയമസഭയെ അഭിസംബോധന ചെയ്ത് ഗവർണർ സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഒരിക്കലും ഗവർണർക്ക് സാധിക്കുകയുമില്ല. മന്ത്രിസഭ അംഗീകരിച്ചു നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച ശേഷമാണ് ഗവർണർ നിയമസഭ തുടങ്ങുന്ന ദിവസം സഭയിൽ എത്തിയ ശേഷം ഈ ഒരു പ്രസംഗം വായിക്കേണ്ടത്. എത്ര എതിർപ്പുള്ള ആളാണ് ഭരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ എത്ര എതിരാളിയാണ് മുന്നിലുള്ളത് എങ്കിലും ആ സർക്കാരിനെ നയിക്കുന്നത് എങ്കിൽ പോലും എൻ്റെ സർക്കാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ നയപ്രസംഗം വായിക്കാനും പാടുള്ളൂ. ഇതൊക്കെ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ പെടുന്ന ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നവകേരള യാത്രയ്ക്ക് അന്ത്യമാകും. അതിനുശേഷം നിയമസഭ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവർണർക്കെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പാദമാണ് ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനുള്ളിൽ SFI എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഗവർണറുടെ ഭാഗത്ത് നിന്നും ശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. മുഖ്യമന്ത്രി തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് വരെ ഗവർണർ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായി തുടരുമ്പോൾ ഇത്തവണ നയപ്രഖ്യാപനം അല്ലെങ്കിൽ നയം രൂപീകരിക്കൽ സർക്കാരിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി വിമർശനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, നയത്തിനുള്ളിൽ സർക്കാരിന്റെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും നയങ്ങളും ഒക്കെ തന്നെ ആവും കൂടുതലായി വിശദീകരിക്കുന്നത്. ഇതിനിടയിൽ കുറച്ചെങ്കിലും ഒരു കേന്ദ്രത്തോടുള്ള വിരോധം കൂടി സർക്കാർ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുകൾ ആ ഭാഗം വായിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഗവർണർക്ക് തീരുമാനിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവകാശം കൂടിയുണ്ട്. സർക്കാർ അതിന് തയ്യാറല്ല, ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പ്രസംഗം ദീർഘമാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ വിട്ടുകളയാനും ഗവർണർക്ക് സാധിക്കും. അങ്ങനെ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ ഉപയോഗിക്കാൻ പോലും ഗവർണർക്ക് സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഗവർണറോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള സർക്കാരിന്റെ നയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.